കിളികൾ പാടണം, പുതിയ പുലരി കാണണം, കനവു നെയ്യണം, കവിത തെരുവിലുയരണം, കരമുയർത്തണം, കാലുകൾ ചലിക്കണം, കാടുപൂക്കണം, സ്നേഹരാജ്യമുയരണം. ഭയം ഭരിച്ചിടും കാലസന്ധികൾക്കുമേൽ ഭാരമുള്ള വാക്കു ചേർത്ത ദണ്ഡു പതിയണം. ഭയം ഭരിച്ചിടും കാലസന്ധികൾക്കുമേൽ ഭാരമുള്ള വാക്കു ചേർത്ത ദണ്ഡു പതി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അറിവിൻ പൂനിലാവിൻ്റെ കുടുംബാംഗങ്ങൾക്ക് ഹാർദമായ സ്വാഗതം. 2 ദിവസങ്ങൾക്ക് മുമ്പാണ് സമസ്തയിലുള്ള സകല പ്രശ്നങ്ങളും തീർന്നു, ഇനിയൊരു പ്രശ്നവുമില്ല എന്ന് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളും ജിഫ്രി മുത്തുക്കോയ തങ്ങളും വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചത്. ആ പ്രശ്നം അവസാനിച്ചിട്ടില്ല എന്ന് തെളിയിക്കുന്നതാണ് ചില പുകച്ചലുകളും ചിലയിടങ്ങളിൽ ആളിക്കത്തലും. അബ്ദുസ്സമദ് പൂക്കോട്ടൂർ ഇന്നലെ ഒരു വാർത്താ സമ്മേളനം നടത്തി. ആ വാർത്താ സമ്മേളനത്തിൽ അബ്ദുസ്സമദ് പൂക്കോട്ടൂർ പറഞ്ഞത് മുക്കം ഉമർ ഫൈസി അല്ല സമസ്തയുടെ നിലപാട് പറയേണ്ടതെന്നാണ്. എന്നാൽ ഉമർ ഫൈസി പറയുന്നത് പറയേണ്ടടുത്ത് പറയുക തന്നെ ചെയ്യും, ആരെയും അതിൽ ഭയപ്പെടേണ്ട കാര്യമില്ല എന്നാണ്. അബ്ദുസ്സമദ് പൂക്കോട്ടൂരിന് മുക്കം ഉമർ ഫൈസിക്കെതിരെ തിരിയാൻ പ്രേരകമായിട്ടുള്ളത് മുസ്ലിം ലീഗിനെ മുക്കം ഉമർ ഫൈസി ഒന്നുകൂടി കൊത്തിയതാണ്, വഹാബികൾക്കെതിരെ സംസാരിച്ചതാണ്. അത് അബ്ദുസ്സമദ് പൂക്കോട്ടൂരിനെ സംബന്ധിച്ചിടത്തോളം തീരെ ദഹിക്കുന്നില്ല. മുക്കം ഉമർ ഫൈസി പറഞ്ഞത് ഫറൂഖ് കോളേജ് വഹാബികളുടേതാണെന്നാണ്. അബ്ദുസ്സമദ് പൂക്കോട്ടൂർ പറയുന്നത് ചില സമ്പന്നന്മാരുടേതാണ് ആ സ്ഥാപനം എന്നാണ്. ഒരു സംഘടന എന്ന രീതിയിൽ ഇത് ഫറൂഖ് കോളേജിന്റെ ഭൂമി എന്ന രീതിയിൽ ചിലർ തെറ്റിദ്ധരിച്ചു. ഫറൂഖ് കോളേജ് മുസ്ലിം ലീഗ് ത്യാഗം ചെയ്തുണ്ടാക്കിയ ഒരു കോളേജാണ്. ആ കോളേജ് ഇപ്പോൾ മുസ്ലിം ലീഗ് പാർട്ടിയല്ല ഭരിക്കുന്നത്, അതിപ്പോൾ വേറെ ഒരു ടീമിൻ്റെ കയ്യിലാണെന്ന് പറഞ്ഞാൽ അവരിൽ മുസ്ലിം ലീഗുകാരുണ്ടാവാം, ഭൂരിപക്ഷവും മുസ്ലിം ലീഗുകാരല്ലാത്തവരാകാം. അതൊരു സമ്പന്നരായ പ്രഗത്ഭരായ കോഴിക്കോട്ടെ പ്രധാനികളായ ആളുകളാണ് ഇപ്പോൾ ഇതിൻ്റെ കമ്മിറ്റി. ഈ സമ്പന്നർ വഹാബികളാണെന്ന് പറയാൻ സമസ്തയുടെ സെക്രട്ടറിമാരിൽ ഒരാൾ കൂടിയായ മുക്കം ഉമർ ഫൈസിക്ക് തടസ്സമില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അനുയായിയായ സമസ്ത മെമ്പർ പോലുമല്ലാത്ത അബ്ദുസ്സമദ് പൂക്കോട്ടൂരിന് എന്ത് തടസ്സമാണുള്ളത്? അത് പറഞ്ഞതിന്റെ പേരിൽ സ്വന്തം നേതാവിനെ എന്തിനാണ് അബ്ദുസ്സമദ് പൂക്കോട്ടൂർ കൊച്ചാക്കി കാണിച്ചത്? സമസ്തയുടെ നിലപാട് സെക്രട്ടറിമാരിൽ ഒരാൾക്ക് പറയാൻ പാടില്ലെന്ന് പറയാൻ സമസ്തയുടെ മെമ്പർ പോലുമല്ലാത്ത അബ്ദുസ്സമദ് പൂക്കോട്ടൂരിന് എന്തർഹതയാണുള്ളത്? ഇതിൽ സമസ്തയോ അല്ലെങ്കിൽ മറ്റേതൊരു സംഘടനയോ അഭിപ്രായം പറയേണ്ട ഒരു വിഷയമല്ല വഖഫ് എന്ന് പറയുന്നത്. വർഗീയ തലത്തിലേക്ക് വരുമ്പോൾ മുസ്ലിം സംഘടനകൾ സംസ്ഥ ഉൾപ്പെടെ ആളുകൾ പങ്കെടുക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. കോഴിക്കോട് നടന്ന യോഗത്തിൽ അത് ആരെയും കുടിയൊഴിപ്പിക്കാതെയുള്ള ഒരു സെറ്റിൽമെന്റ് ആണ് രമ്യമായി പരിഹരിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ആ തീരുമാനം നിലനിൽക്കുകയാണ് സംസ്ഥയുടെ ചില നേതാക്കൾ ഉമർ ഫൈസി മുഖത്തെ പോലെയുള്ള ആളുകൾ അത് വഖഫ് ഭൂമിയാണ്, അവിടെ കയ്യേറ്റക്കാരെയാണ് കുടിയേറ്റക്കാരെയാണ് ഒഴിപ്പിക്കേണ്ടതെന്ന് പറയുന്നു. അത് യഥാർത്ഥത്തിൽ സംസ്ഥയുടെ നിലപാടാണോ? സമസ്തയുടെ നിലപാട് പറയേണ്ടത് സമസ്തയുടെ മുഷാവറയാണ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറി പോലുള്ള ഉയർന്ന നേതാക്കളാണ്. ഏതെങ്കിലും പ്രഭാഷണത്തിലല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും സമസ്തയുടെ ആളുകളല്ല, അല്ലെങ്കിൽ അവരെ വക്താക്കളായി ചുമതലപ്പെടുത്തപ്പെടാത്ത സാഹചര്യത്തിൽ അവരല്ല അത് പറയേണ്ടത്. പക്ഷേ അദ്ദേഹം പറഞ്ഞു എന്ന് താങ്കൾ പറയുന്നത് വഖഫ് ഭൂമിയാണ് എന്നാണ്. വഖഫ് ഭൂമിയാണെന്ന് ഡോക്യുമെൻ്റ് കൊണ്ട് പറയുന്നുണ്ട്, അതിൻ്റെ രേഖകൾ പറയാം. അതേസമയത്ത് കുടിയൊഴിപ്പിക്കണം എന്നത് ഒരിക്കലും നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. കാരണം അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മനസ്സിലാക്കാതെ അഭിപ്രായം പറയുന്ന ആളുകളാണ് ഇതിൽ കുഴപ്പമുണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് മുസ്ലിം സംഘടനകളുടെ യോഗം വിളിച്ച് പാണക്കാട് സെയ്ദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇത് ഗവൺമെൻറ് ഒരു ചർച്ചയിലൂടെ പരിഹരിക്കേണ്ടതാണ് എന്ന് പറയാൻ കാരണം. അത് വഖഫ് ഭൂമി അല്ല എന്ന് തങ്ങളുടെ യോഗം പറഞ്ഞിട്ടില്ല. ഒരു മുസ്ലിം സംഘടനയും അത് വഖഫ് ഭൂമി അല്ല എന്ന് പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞത് ഫറൂഖ് കോളേജ് ഗിഫ്റ്റ് ഭൂമിയാണെന്നാണ് അവർ പറഞ്ഞത്. സമസ്തയിൽ നിന്നൊരു ഭിന്ന സ്ഥലം ഒരു കാര്യത്തിലും ഉണ്ടാവരുത് എന്ന് പലതവണ സമസ്തയുടെ ഒരു വിഭാഗം തന്നെ പറഞ്ഞ കാര്യങ്ങളാണ്. ഇന്നലെ ഉമർ ഫൈസി ഇക്കാര്യം പറയുമ്പോൾ സാമുദായിക പാർട്ടി ഇതിനൊരു നിലപാടെടുക്കില്ല എന്ന് കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. അത് അദ്ദേഹം അതിനെക്കുറിച്ച് പഠിക്കാത്തത് കൊണ്ടാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹം പറഞ്ഞത് തെറ്റാണ്. കാരണം സാമുദായിക പാർട്ടി എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗാണ് ഉദ്ദേശിച്ചതെങ്കിൽ മുസ്ലിം ലീഗ് പാർട്ടി ഈ വിഷയത്തിൽ ബഹുമാനപ്പെട്ട തങ്ങളുടെ നേതൃത്വത്തിൽ ഇത്തരം വിഷയം ഉണ്ടാകുമ്പോൾ അത് പാർട്ടി തലത്തിലല്ല കൈകാര്യം ചെയ്യുക. കാരണം മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. മതപരമായ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ സമുദായത്തിലെ എല്ലാ സംഘടനകളെയും വിളിച്ചു കൂട്ടും. ആ സംഘടനാ നേതാക്കളുടെ ഒരു യോഗം തങ്ങൾ വിളിച്ചാൽ എല്ലാവരും കൂടും. അങ്ങനെ എല്ലാവരും യോജിപ്പിക്കുന്ന ഒരാളാണ് ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങൾ.
കോഴിക്കോട് യോഗം വിളിച്ചു. ആ യോഗത്തിൽ ചർച്ച ചെയ്തതിന് ശേഷം ആ യോഗം തീരുമാനിച്ചത് ഈ വിഷയം ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ വെച്ച് ഗവൺമെൻറ് എന്ത് ചർച്ചയ്ക്ക് വിളിച്ചാലും പാർട്ടി പോകും, അല്ലെങ്കിൽ ഉത്തരവാദപ്പെട്ട മതസംഘടനകൾ പോകും, അവരെ എല്ലാവരെയും വിളിച്ചുകൂട്ടി, ഫറൂഖ് കോളേജിനെയും വിളിച്ചുകൂട്ടി, കയ്യേറ്റക്കാരുടെ പ്രതിനിധികളെയും വിളിച്ചുകൂട്ടി, അല്ലെങ്കിൽ അവിടെ പണം കൊടുത്ത് വാങ്ങിയവരെയും വിളിച്ചുകൂട്ടി ഗവൺമെൻറ് ഒരു സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കണമെന്ന് പറയാൻ കാരണം ഇത് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ടാണ്. വഖഫ് ഭൂമി അല്ല എന്ന് തങ്ങളോ യോഗമോ പറഞ്ഞിട്ടില്ല, ഒരു മുസ്ലിം സംഘടനയും പറഞ്ഞിട്ടില്ല. ആദ്യം പറഞ്ഞത് സമസ്തക്കിതിൽ യാതൊരു റോളുമില്ല എന്നാണ്. പിന്നീട് പറയുന്നത് സമസ്തക്ക് മാത്രമല്ല എല്ലാ സമുദായ സംഘടനകൾക്കും റോളുണ്ട്, അവരെയാണ് വിളിച്ചു വരുത്തേണ്ടത്, അവരോട് ചർച്ച ചെയ്തതിന് ശേഷമാണ് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി ഒന്നും ചെയ്യാനില്ല. ഇതിൻ്റെ ലോജിക്കാണ് നമുക്ക് മനസ്സിലാകാത്തത്. എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്ന, എല്ലാവരെയും ഒത്തൊരുമയോടുകൂടി കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന മുസ്ലിം ലീഗും അതിൻ്റെ പ്രസിഡന്റും നിലവിലുള്ളപ്പോഴാണ് കോഴിക്കോടടക്കം പല പള്ളികളും വഹാബികൾ സുന്നികളിൽ നിന്ന് തട്ടിയെടുത്തത്. ഈ അബ്ദുസ്സമദ് പൂക്കോട്ടൂരിനെ ചൊടിപ്പിക്കാൻ കാരണമായ മുക്കം ഉമർ ഫൈസി അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് നോക്കാം. അതിനുശേഷം മുക്കം ഉമർ ഫൈസിയുടെ ആ പ്രഭാഷണവും നമുക്ക് കേൾക്കാം. മുനമ്പത്ത് ഒരു പ്രശ്നം നടക്കുന്നുണ്ട്. എന്താണ് അതിൻ്റെ സ്ഥിതി? 1948 ഫറൂഖ് കോളേജ് ഉണ്ടാക്കുന്നത്. അത് നിലനിൽക്കുന്ന സ്ഥലം വഖഫാണ്. വേറെയും കുറേ സ്ഥലങ്ങൾ കോളേജിന് വഖഫായി ലഭിച്ചിട്ടുണ്ട്. മലബാറിലെ മുസ്ലിങ്ങളെ പിന്നോക്കാവസ്ഥയിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ ബാഫഖി തങ്ങൾ അടക്കമുള്ളവർ ഇറങ്ങിയതിൻ്റെ ഫലമായിട്ടാണ് ഫറൂഖ് കോളേജ് ഉണ്ടാകുന്നത്. ഇപ്പോൾ പ്രശ്നമായി നിൽക്കുന്ന മുനമ്പത്തെ ചെറായി വഖഫ് സിദ്ദീഖ് സേട്ട് എന്ന ആളാണ് വഖഫ് ചെയ്യുന്നത്. അത് വഖഫ് ഭൂമിയാണ്, 404 ഏക്കർ ഭൂമി. അതിൽ നിന്ന് വരുമാനമെടുത്ത് കോളേജ് നടത്താനാണ് വഖഫാക്കിയിട്ടുള്ളത്. വഖഫ് അള്ളാഹുവിൻ്റെ സ്വത്താണ്. സ്ഥിരമായി വരുമാനം ലഭിക്കുകയും നശിക്കാതിരിക്കുകയും ചെയ്യുന്ന സാധനമാണ് വഖഫാക്കേണ്ടത്. ഭൂമി, കെട്ടിടം പോലുള്ള വസ്തുക്കൾ വിൽക്കാനോ അനന്തരമെടുക്കാനോ കൈമാറ്റം ചെയ്യാനോ പാടില്ല എന്നൊക്കെയാണ്. അന്ത്യനാൾ വരെ അങ്ങനെ തന്നെ നിൽക്കണം. വഖഫ് ചെയ്ത ആൾ എന്താണോ ഉദ്ദേശിച്ചത് അതിന് മാത്രമേ ചെലവഴിക്കാനും പാടുള്ളൂ. അത് മതനിയമമാണ്. ഫറൂഖ് കോളേജ് നടത്തുന്നത് ഇപ്പോൾ വഹാബികളാണ്. അവരാണത് വിറ്റത്. കുറേ ഭൂമി ആളുകൾ കയ്യേറുകയും ചെയ്തു. കമ്മറ്റിക്കാരൊന്നും അങ്ങോട്ട് പോയി നോക്കൂല. അവരൊക്കെ വലിയ ശുചായികളല്ലേ. അവർ ഒരു വക്കീലിന് സ്ഥലം വിൽക്കാനുള്ള അധികാരം കൊടുത്തു. അദ്ദേഹം കിട്ടിയ വിലക്ക് കുറേ വിറ്റു, കുറേ അയാളും എടുത്തു. അങ്ങനെ കുറേ നശിച്ചു. വഖഫിൻ്റെ സ്വത്ത് വഹാബികൾ വിറ്റു. വഹാബികൾക്ക് എന്ത് ഹലാലും ഹറാമുമാണുള്ളത്. അതാണിപ്പോൾ അവിടെ നടക്കുന്ന പ്രശ്നം. അവിടെ കുറേ പാവപ്പെട്ട കുടിയേറ്റക്കാരുണ്ടായി. അവർ പൈസ കൊടുത്ത് വാങ്ങിയതാ, അല്ലാത്തവരും ഉണ്ട്. അതിനു പുറമെ 60ഓളം റിസോർട്ടുകാരുമുണ്ട്. അവരാണിപ്പോൾ സമരത്തിനു വേണ്ടി ഈ പാവപ്പെട്ടവരെ ഇറക്കിയിരിക്കുന്നത്. ഈ വസ്തു വഖഫ് സ്വത്താണെന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. അതിനാധാരമുണ്ട്. അതിൽ വഖഫ് എന്ന് ആവർത്തിക്കുന്നുണ്ട്. ഞാൻ പരിശോധിച്ചതാണ്. എങ്ങനെയാ വിൽക്കുക? വഹാബികൾ മറുപടി പറയണം. എന്നിട്ട് ഇവിടെ വന്ന് കുതിര കളിക്കുകയാണ്. മുനമ്പത്തുള്ളവരെ പുറത്താക്കണമെന്നല്ല പറയുന്നത്, പ്രശ്നം പരിഹരിക്കണം. വഹാബികളോട് നഷ്ടപരിഹാരം വാങ്ങി അവിടെയുള്ളവരെ മറ്റ് സ്ഥലത്തേക്ക് കുടിയിരുത്തണം. സ്ഥലത്തിന് പൈസ വാങ്ങിയവരിൽ നിന്ന് തിരിച്ചു വാങ്ങി ആ പാവങ്ങളെ പുനരധിവസിപ്പിക്കണം. വീടുണ്ടാക്കി കൊടുക്കണം. മതത്തിൻ്റെ രാഷ്ട്രീയക്കാർ പോലും വിഷയത്തിൽ വേണ്ട പോലെ ശബ്ദമുണ്ടാക്കിയിട്ടില്ല. ഇതാണ് അബ്ദുസ്സമദ് പൂക്കോട്ടൂരിനെ ഏറെ പ്രകോപിതനാക്കിയത്. അത് ഖേദകരമാണ്. ഇവിടെയും തൊട്ടുകൂടാ അവിടെയും തൊട്ടുകൂടാ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ വിഷയമാണ് ബഹുമാനപ്പെട്ട മുക്കം ഉമർ ഫൈസി പറഞ്ഞിട്ടുള്ളത്. സമസ്തയുടെ നിലപാടിന് വിയോജിപ്പുള്ളതായി നമുക്കാർക്കും ഇതിൽ ഒന്നും തോന്നുന്നില്ല. പക്ഷേ അബ്ദുസ്സമദ് പൂക്കോട്ടൂരിന് തോന്നാൻ കാരണം മറ്റൊന്നുമല്ല. 1, വഹാബിയെ തൊട്ടു. 2, വഹാബി ലീഗിനെയും തൊട്ടു. വഹാബി ലീഗിനെ തൊട്ടാലും വഹാബികളെ തൊട്ടാലും നമ്മളെ റഫറിക്ക് തീരെ സഹിക്കൂല. അതിപ്പോ പാണക്കാട് തങ്ങളാണ് തൊടുന്നതെങ്കിൽ പാണക്കാട് തങ്ങളെ ചീത്ത പറയാനും
മൂപ്പർക്ക് യാതൊരു മടി ഉണ്ടാവില്ല. വഹാബി ലീഗ് നശിക്കരുത്, വഹാബികൾ നശിക്കരുത്. മകൻ ചത്താലും വേണ്ടില്ല, മരിയോള കണ്ണിൽ നിന്ന് ഒരിച്ച് കണ്ണീരെങ്കിലും വീണാൽ ഉമ്മയാകുന്ന അബ്ദുസ്സമദ് പൂക്കോട്ടൂരിന് സംതൃപ്തിയായി. ഇവിടെ സലാം ബാക്കിയുടെ പ്രസംഗം തന്നെ ഈ സദസ്സിന് വേണ്ടുവോളം കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു നീണ്ട പ്രസംഗം ആവശ്യമില്ല. അതിന് പുറമെ ഇനി പലരും പ്രസംഗിക്കാനുമുള്ളത് കൊണ്ട് ഞാൻ പരിമിതമായ കുറഞ്ഞ സമയത്തിൽ മാത്രമാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. എൻ്റെ പേര് ഒരു നോട്ടീസിൽ കൊടുത്തുകൊണ്ട് മാത്രം. അതുകൊണ്ട് ഇവിടെ പറഞ്ഞ വിഷയം തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹു ഇറക്കിയ മതമാണ് നമ്മളെ മതം ഇസ്ലാം. അള്ളാഹുവിൻ്റെ മതമായ ഇസ്ലാം പുന്നാര നബിയോടുകൂടെ അവസാനിച്ച 1.25 ലക്ഷം പ്രവാചകന്മാർ പ്രബോധനം ചെയ്ത മതമാണ്. ആദ്യത്തെ മനുഷ്യൻ ആദം നബി മുതൽ അവസാന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടെ അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വ റളീതു ലക്കും അൽ ഇസ്ലാമ ദീന എന്ന് പ്രഖ്യാപിച്ച മതം എല്ലാം പൂർത്തിയാക്കിയിരിക്കുന്നു. ഇനി പ്രവാചകൻ ആവശ്യമില്ലാത്ത രൂപത്തിൽ ഈ ദീൻ ഇവിടെ പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന് ഖുർആൻ സാക്ഷീകരിക്കുന്ന മതമാണ് നമ്മുടെ മതം. പിന്നീട് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പ്രവാചകന്മാർ അടിക്കടിക്കാൻ വന്നിരുന്നു. ഒരു പ്രവാചകൻ കഴിഞ്ഞാൽ മറ്റൊരു പ്രവാചകൻ വരുമായിരുന്നു. എന്നാൽ 1500 വർഷമായിട്ടൊരു പ്രവാചകനും ഇനി ഇല്ല, ഇനി ഖിയാമം വരെ ഉണ്ടാവുകയുമില്ല. ഈ കാര്യങ്ങൾ പിന്നെ നിർവഹിക്കാൻ അള്ളാഹുവിന്റെ റസൂൽ തന്നെ പറഞ്ഞു, അൽ ഉലമാ വറസത്തുൽ അംബിയ, പണ്ഡിതന്മാർ പ്രവാചകന്മാരുടെ സ്ഥാനത്ത് ഈ കാര്യം നിർവഹിക്കുന്ന പറഞ്ഞത്. പണ്ഡിതന്മാരാണ് നിർവഹിക്കുക. ഈ കാര്യത്തിൽ സംശയമില്ല. പാണ്ഡിത്യമാണ് എന്തിനും നിർവഹിക്കാൻ ഇത് തന്നെയാണ്. അങ്ങനെയുള്ള പണ്ഡിതന്മാർ എന്ന് പറയുന്ന ആ ഉലമാക്കൾ ഇത് നിർവഹിച്ചു വരുന്നതിനിടയിൽ ആർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. 1400 വർഷങ്ങൾ ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ പരിശുദ്ധ ദീൻ സഹാബാക്കൾ ഇവിടെ കൊണ്ടുവന്നതുപോലെ തന്നെ ഇങ്ങനെ പാരമ്പര്യമായി നടന്നു പോന്നു. പിന്നെ എപ്പോഴാ അതിന് വ്യത്യാസം ഉണ്ടായത്? ഈ വഹാബികൾ കടന്നു വന്നു. 1922കളിൽ വഹാബികൾ കടന്നു വന്നപ്പോഴാണ് ഇതുണ്ടായത്. അവരിവിടെ കടന്നു വന്നിട്ട് എന്താ അവിടെ ഉണ്ടാക്കിയ നവോത്ഥാനം? ഒരുപാട് സംഗതികൾ ഇസ്ലാമിൽ നിന്ന് മായ്ച്ചു കളഞ്ഞു. നിങ്ങൾ നോക്കൂ, ഈ തൊപ്പും തലകെട്ടിട്ട ഈ സദസ്സ് എന്തൊരു ഭംഗിയുള്ള സദസ്സാണ്, മലായിക്കത്തുകളുടെ സാന്നിധ്യമുള്ള സദസ്സാണ്. ഇതവർ മായ്ച്ചു കളഞ്ഞു. അവർ സദസ്സ് പോയി എങ്ങനെ കാണുമോ? ആദ്യം അവരെടുത്ത് നമ്മുടെ തലകെട്ടെടുത്ത് കളഞ്ഞു, തൊപ്പിയെടുത്ത് കളഞ്ഞു. ഇതാണ് അവർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് ദുആന്റെ സദസ്സുകളുണ്ട് അവർക്ക്. അയ്യു ദുആഇ അസ്മാഉ എന്ന് ചോദിച്ചിട്ടുണ്ട്. റസൂലിനോട് ചോദിച്ചു, അയ്യു ദുആഇ അസ്മാഉ, ദുആയിൽ നിന്ന് ഏറ്റവും പ്രതിഫലം കിട്ടുന്ന അള്ളാഹു സ്വീകരിക്കുന്ന സ്ഥലം ദുആണെന്ന് ചോദിച്ചു. ദുബ്ര സലവാത്തിൽ മക്തൂബാത്ത്, 5 നേരത്തെ നിസ്കാരങ്ങൾക്കുടനെയുള്ള ദുആണ് ഏറ്റവും സ്വീകാര്യമായെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി അവരെടുത്തു കളഞ്ഞു. അവർ പള്ളിയിൽ നിന്ന് ആരെങ്കിലും ഇരുന്നാൽ തുടച്ച് നീക്കിക്കൊണ്ട് പോകുന്ന ഒരവസ്ഥ. എവിടെങ്കിലും മൗലിദിന്റെ സദസ്സുണ്ടോ? എടുത്തു കളഞ്ഞു. സിയാറത്തുകൾ ഉണ്ടോ? അങ്ങനെയുള്ള എല്ലാ നല്ല കാര്യങ്ങളും എടുത്തു കളഞ്ഞു. തറാവീഹ് 20 റക്അത്തുള്ളത് 8 ആക്കി ചുരുക്കി. ഇങ്ങനെ ദീനിൽ കുറെ ചുരുക്കങ്ങൾ വരുത്തി എന്നല്ലാതെ എന്താണ് അവരിവിടെ സ്ഥാപിച്ചത്? നവോത്ഥാനം എന്താ സ്ഥാപിച്ചത്? ഒന്നും സ്ഥാപിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട അള്ളാഹു ബഹുമാനിച്ച ആളുകൾ, മഹാന്മാരായ മദ്ഹബിന്റെ അയിമ്മത്തടക്കമുള്ള പണ്ഡിതന്മാർ, മുഫസ്സിരീങ്ങൾ, മുഹദ്ദിസീങ്ങൾ, ഇവരൊക്കെ തള്ളി പറഞ്ഞു. ഒക്കെ സ്വന്തം ഇജ്തിഹാദ് ചെയ്തുകൊണ്ട് അവരെ ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് അവർ രംഗത്ത് വന്നു. ഈ കുട്ടികൾ അഫ്ളലുൽ ഉലമന്റെ കുട്ടികൾ, ഒരു വലിയ കോഴ്സാണ് ഇൽമിന്റെ കോഴ്സ് അഫ്ളലുൽ ഉലമ. ഇങ്ങനെയുള്ള ജഹലിന്റെ ആൾക്കാരെ മുന്നോട്ട് കൊണ്ടുവന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി. അതിവിടെ കൊണ്ടുവന്നത് KM മൗലവി എന്ന് പറഞ്ഞ ഒരാളാണ്. നിങ്ങൾക്കറിയാം, പ്രത്യേക അദ്ദേഹത്തിന് അറിയാം. KM മൗലവിയാണ് ഇവിടെ ഈ വഹാബിസം കൊണ്ടുവന്നത്. അദ്ദേഹത്തെ പുനരുദ്ധരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങൾ, പൂക്കോയ തങ്ങൾ, മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ഹൈദർ അലി ശിഹാബ് തങ്ങൾ തുടങ്ങിയ മഹാന്മാരൊക്കെ നേതൃത്വം വഹിച്ചുകൊണ്ട് നമുക്ക് കാണിച്ചു തന്ന ആ മാർഗത്തിന് വിരുദ്ധമായിക്കൊണ്ട് ഉള്ളിൽ കൂടെ കടന്നുകൂടി മുജാഹിദീസം കടന്നുകൂടിക്കൊണ്ട് ഇവിടെ ഉള്ളിൽ കൂടെ പലതും കളിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതില് വശംബദരായിക്കൊണ്ട് കുറെ ആളുകൾ അതിന്റെ പിന്നാലെയുണ്ട്. ഈ കൂടിയ ആളുകളൊക്കെ അതിന്റെ ആളുകളാണ്, നമുക്കറിയാലോ.
നിങ്ങളൊക്കെ അതിന്റെ ആൾക്കാരാണ്, നമ്മളൊക്കെ അതിന്റെ ആൾക്കാരാണ്. ബഹുമാനപ്പെട്ട ബാഫി തങ്ങളൊക്കെ പഠിപ്പിച്ച ബാഫി തങ്ങൾ ഒരു ദിവസം പ്രസംഗിക്കാൻ കേട്ടിട്ടുണ്ട്, താരിഖു സലാത്ത് നമ്മളെ കൂട്ടത്തിൽ വേണ്ട, താരിഖു സലാത്ത് വേണ്ട. ചേളാരി സമ്മേളനത്തിലാണ് പറഞ്ഞത്, താരിഖു സലാത്ത് ഞങ്ങളുടെ കൂട്ടത്തിൽ വേണ്ട എന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു. അത് കേട്ടിട്ട് നമ്മളാ പാർട്ടി വന്നവരാ, ഈ കൂടുന്നവരൊക്കെ നിങ്ങളൊക്കെ ആ പാർട്ടിയിലുള്ളവരാ, നമുക്കറിയാം. അതുകൊണ്ട് ആ ഒരു വഴിക്കാണ് ഇത് പോകേണ്ടത്. ആ വഴിക്ക് പോവാതെ വരുമ്പോഴുണ്ടാകുന്ന വിഷമങ്ങൾ ദീൻ, അതാ ഞാൻ പറഞ്ഞു, ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊലാ. ആഖിറാണ് നമ്മുടെ ദീൻ. ആഖിറം കിട്ടുന്ന ദീൻ വേണം. ആഖിറം കിട്ടായി ഈ രാഷ്ട്രീയത്തൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല. ആഖിറം കിട്ടണമെങ്കിൽ ദീൻ വേണം. ആ ദീന് ഒന്നാം സ്ഥാനം കൊടുക്കണം. മറ്റൊന്ന് നമ്മുടെ ദുന്യാവാണ്, അത് പിന്നിൽ വെക്കണം. ഇതാണ് നമ്മൾ പറയും, നമ്മുടെ ബാധ്യത അതാണ്, കടമ അതാണ്. ഉലമാക്കന്മാരുടെ ദൗത്യവും അത് തന്നെയാണ്, മനുഷ്യനെ സംസ്കരിക്കുക എന്നുള്ളതാ. ഞാൻ ചോദിക്കട്ടെ, സയ്യിദന്മാരെ ബഹുമാനിക്കണം എന്ന് നമ്മളാ പഠിപ്പിക്കുന്നത്? അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തല്ലേ? നമ്മൾ സയ്യിദന്മാരെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞിട്ട് ആക്ഷേപിക്കുന്നുണ്ട്. നമ്മൾ അധിക്ഷേപിക്കാൻ കഴിയില്ല നമുക്ക്. സയ്യിദന്മാരെ സംബന്ധിച്ചൊക്കെ നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. തങ്ങന്മാരെന്ന് പറയുന്ന ഒരു സാധനം ഇല്ല എന്ന് പറയുന്ന കൂട്ടരാണ് KM മൗലവിന്റെ ആൾക്കാർ. ആ KM മൗലവിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വരാൻ സയ്യിദന്മാർക്ക് സാധിക്കരുത്, സുന്നത്ത് ജമാഅത്തിന്റെ ആൾക്കാർക്ക് സാധിക്കരുത്. കാരണം ഞങ്ങൾ സയ്യിദന്മാരുടെ ആളുകളാണ്. മഹാന്മാരായ സയ്യിദന്മാരുടെ ബഹുമാനിക്കാനും അതോടുകൂടെ തന്നെ അവരുടെ ആത്മീയ ചികിത്സ ഉറുക്ക് മന്ദിരം പോലത്തതൊക്കെ തന്നെ ശിർക്കാണെന്ന് പറയുന്നവരാണ് ഇവർ. KM മൗലവിയും അദ്ദേഹത്തിന്റെ ആൾക്കാരും ശിർക്കാണെന്ന് പറയുമ്പോൾ നമ്മളാണ് അത് സുന്നത്ത് ജമാഅത്തിന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയുണ്ട്, മന്ദിരിച്ചതിന് മാതൃകയുണ്ട്. വലിയ ഹദീസിന്റെ കിതാബുകളിലൊക്കെ അല്ലേ മന്ദിരിച്ചതിനും നൂല് കെട്ടിയതിനും ബർക്കത്തെടുത്തതിനും ഒക്കെ ഒരുപാട് രേഖകളുണ്ട്, നല്ല സഹിയായ ഹദീസുകളുണ്ട്. ഇത് നമ്മൾ പറയുന്നു, ഇവർ പറയുന്നു അത് പാടില്ല എന്ന്. അപ്പൊ ഇവിടെ തങ്ങന്മാരെയും അവരുടെ ആത്മീയ ചികിത്സയും ഒക്കെ തള്ളി പറയുന്ന ഈ വിഭാഗത്തെ അതിനെ നിശിതമായി വിമർശിക്കുന്ന പണി നമ്മൾ എടുക്കണ്ടേ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അത് നമ്മൾ എടുക്കണല്ലോ. കാരണം നമ്മളിത് പഠിച്ചതാണ്, നമ്മളതിന് രേഖയുണ്ട്. ആ രേഖ പ്രകാരമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് വിരുദ്ധമായിക്കൊണ്ട് ഇവിടെ നമുക്ക് വൈകല്യം പഠിപ്പിച്ചത് ഈ കൂട്ടരാണ്. KM മൗലവി അദ്ദേഹത്തിന്റെ ആൾക്കാരുമാണ്. ഇവർക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുന്നറിയോ? ഇവരൊക്കെ ചെയ്യുന്ന എന്താ അറിയോ? ഒരുപാട് കള്ളത്തരം ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞാൽ ഇപ്പം നമുക്കറിയാം, ഇപ്പം മുനമ്പത്തൊരു പ്രശ്നം നടക്കുന്നുണ്ട്. മുനമ്പങ്ങളൊക്കെ നല്ല ചർച്ചാ വിഷയം നടക്കുന്നതാണ്. എന്താ അതിന്റെ സ്ഥിതി? മുനമ്പത്ത് എന്താ ഉള്ളത്? സറായി. അവിടെ വഖഫ് ബോർഡിന്റെ ആ കാലത്ത് 1948 ഫറൂഖ് കോളേജ് ഉണ്ടാകുന്നത്. 1948 സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ പിറ്റേന്ന് അതിന് ഫറൂഖിലെ പുളിയാളി കുടുംബക്കാരാണ് ഒരു 28 ഏക്കർ സ്ഥലം വഖഫാക്കുന്നത്. അവിടെ ആ ഫറൂഖ് കോളേജ് നിൽക്കുന്ന സ്ഥലം വഖഫാണ്. അത് കൊടുത്ത്, കാരണം മലബാറിൽ മുസ്ലിങ്ങൾക്ക് പ്രത്യേകിച്ച് പിന്നോക്ക സമുദായം നിൽക്കുന്ന, വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന ഈ വിഭാഗത്തിനെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി നേതാക്കൾ, ബാഫഖി തങ്ങൾ അടക്കമുള്ള നേതാക്കൾ ഇറങ്ങിയതിന്റെ ഫലമായി കൊണ്ട് തന്നെയാണ് ഇതുണ്ടാവുന്നത്. ഏത് ഫറൂഖ് കോളേജ് ഉണ്ടാവുന്നത്. ആ ഫറൂഖ് കോളേജിന് പിന്നീട് ഒരുപാട് ആൾക്കാർ വഖഫ് കൊടുത്തു. ഒരുപാട് ആൾക്കാർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നാട്ടിൽ അവിടെയൊക്കെ പല സ്ഥലത്തും കൊടുത്തിട്ടുണ്ട്. അത് കൊടുത്തതിന് ശേഷം ഇപ്പം പ്രശ്നമായി നിൽക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, മുനമ്പത്ത് ചെറായി വഖഫ് 1950 അതായത് സ്ഥാപനം ഉണ്ടാക്കി 2ാമത്തെ കൊല്ലാണ് ഉണ്ടാക്കുന്ന വഖഫ് ചെയ്യുന്നത്. എവിടെ? മുനമ്പത്തെ വഖഫ്. സിദ്ദീഖ് സേട്ട് എന്ന് പറയുന്ന ഒരാളാണ് അത് വഖഫാക്കുന്നത്. സിദ്ദീഖ് സേട്ട് സാന്ദർഭികമായി പറയാണ്. അവിടെ ഇപ്പം എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ആ പ്രശ്നം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണമല്ലോ. രാഷ്ട്രീയക്കാർക്ക് അതിന് വേറൊരു കാഴ്ചപ്പാടുണ്ടാവും, എല്ലാ പാർട്ടികൾക്കും ഓരോ കാഴ്ചപ്പാടുണ്ടാവും. എന്നാൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെയും അതുപോലെ സമസ്തയ്ക്കും അതിന്റെ കാഴ്ചപ്പാടുണ്ട്. അത് വഖഫ് ഭൂമിയാണ്. 440 ഏക്കർ 440 ഏക്കർ 404 ഏക്കർ .76 ഇതാണ് വഖഫ് ഭൂമി. സേട്ട് വഖഫാക്കിയതാണ്. അതിൽ നിന്ന് വരുമാനമെടുത്തുകൊണ്ട് നടത്താനാണ് വഖഫാക്കിയിട്ടുള്ളത്. വഖഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വഖഫ് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ സ്വത്താ.
അത് സ്ഥിരമായി കൊണ്ട് അതിന്റെ വരുമാനം കിട്ടുകയും മുതൽ നശിക്കാതിരിക്കുകയും ചെയ്യുന്ന സാധനമാണ് ഒക്കപ്പാക്കേണ്ടത്. തടി നിലനിൽക്കെ അനുഭവം എടുക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് ഒക്കപ്പാക്കേണ്ടത്. ഇപ്പൊ മൈത്തിരി ഒക്കപ്പാക്കാൻ പറ്റൂല, വെളിച്ചെണ്ണ ഒക്കപ്പാക്കാൻ പറ്റൂല, അതൊക്കെ നശിച്ചു പോകുന്ന സാധനങ്ങളാണ്. ഒരു സ്ഥിരമായി നിൽക്കുന്ന സാധനമായിരിക്കണം. ഭൂമി, കെട്ടിടം പോലത്തെ സാധനങ്ങളായിരിക്കണം. തെങ്ങ് അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഒക്കപ്പാക്കാം. അതാണ് വഖഫിന്റെ നില. അങ്ങനെ വന്നാൽ പിന്നെ അതിന് ലാ യുബാഉ വലാ യൂറസു എന്നൊക്കെയാണ് അതിനെ സംബന്ധിച്ച് പറയുന്നത്. വിൽക്കാൻ പാടില്ല, അനന്തരം എടുക്കാൻ പാടില്ല, കൈമാറ്റം ചെയ്യാൻ പാടില്ല. അത് ഖിയാമം വരെ അങ്ങനെ തന്നെ നിൽക്കണം. ആ വഖഫ് ചെയ്ത ആൾ എന്താണോ അതിനെ ഉദ്ദേശിക്കുന്ന ഉദ്ദേശം മാത്രമേ എന്താ ചെയ്യാൻ പാടുള്ളൂ. ആ ഉദ്ദേശത്തിന് മാത്രമേ ചെലവാക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് അതിന്റെ നിയമം. അത് ശറഈന്റെ നിയമമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് വഖഫാക്കിക്കൊണ്ട് വെച്ച നിയമമാണ്. ആ നിയമത്തിനൊന്നും ഒരു വ്യത്യാസമില്ല. ശറഈല എല്ലാവരും അംഗീകരിക്കുന്ന നിയമമാണ്. ഈ വഖഫ് ഞാൻ ചുരുക്കി പറയാണ്, വാർത്തകളൊക്കെ നിങ്ങൾ വായിക്കുന്നും കേൾക്കുന്നുണ്ടായിരിക്കും. ഈ വഖഫ് ഫറൂഖ് കോളേജ് നടത്തുന്നത് ഇപ്പം വഹാബിയുടെ കയ്യിലാണ് ഫറൂഖ് കോളേജ്. അതാണ് ഇപ്പൊ പറയാൻ കാരണം. അവരാണ് ഇത് വിറ്റത്. കുറെ കയ്യേറിപ്പോയ ആൾക്കാര്, അതിന്റെ അടുത്തൊക്കെയുള്ള കുറെ സ്ഥലങ്ങൾ കയ്യേറിയ കൂട്ടത്തില് കുറെ കയ്യേറി. ഇവരാരും അങ്ങോട്ട് പോയി നോക്കൂല. ഇവരൊക്കെ വലിയ സുജായികളല്ലേ കമ്മിറ്റിക്കാര്. അവരെന്നിട്ട് എന്താക്കിയെന്ന് ചോദിച്ചാല് ഒരു വക്കീലിന് വിൽക്കാനുള്ള അധികാരം കൊടുത്തു. അദ്ദേഹം എന്താക്കി, അതൊക്കെ കിട്ടിയവർ കുറെ വിറ്റു, കുറെ അയാളും എന്താക്കി എടുത്തു. അങ്ങനെ എന്താക്കി അത് നശിച്ചു പോയി. വഖഫിന്റെ സ്വത്തെ വഹാബികൾ വിറ്റുന്ന്. അങ്ങനത്തെ വഖഫ് ആധാരമുള്ളതാണ് ഈ വഖഫ് സ്വത്ത്. എങ്ങനെ വിൽക്കുക? വഹാബിയൊക്കെ വിൽക്കുക, ദീൻ പഠിക്കുന്ന വഹാബിയൊക്കെ അത് വിൽക്കുക. അവർ വിറ്റതാ മറുപടി പറയണം വഹാബികൾ. എന്നിട്ട് ഇവിടെ നിന്ന് കുതിര കളിപ്പിക്കുക. ഇവിടെ ഇപ്പൊ രാഷ്ട്രീയക്കാർ അവിടെ ചെന്ന് നോക്കി പറഞ്ഞാൽ കുറെ വോട്ട് അവിടെ ഉണ്ടാവുമല്ലോ, 10-600 വീട്ടുണ്ടാവും, കുറെ വോട്ട് ഉണ്ടാവും. അപ്പൊ ആ നിലക്ക് പോലെ എന്താ കണ്ണീരൊലിപ്പിച്ചിട്ട് വഖഫ് ബോർഡ് പോലെ പുറത്താക്കാൻ പറ്റൂല എന്നാണ് അവർ പറയുന്നത്. നമ്മളും പറയുന്നത് തന്നെ, അവർ പുറത്താക്കണം എന്നല്ല, അവർക്ക് പ്രശ്നം പരിഹരിക്കണം. അവരങ്ങോട്ട് ഇറക്കി വിട്ട് അവർ റോട്ടിലേക്ക് പോകാനൊന്നും പറ്റൂല. അവർ പരിഹരിക്കണം. അതിനെന്ത് വേണമെന്ന് ചോദിച്ചാൽ ഈ കോളേജ് കമ്മിറ്റിന്റെ വഹാബികളുണ്ടല്ലോ, ആ വഹാബികളോട് അതിന്റെ നഷ്ടപരിഹാരം വാങ്ങിക്കൊടുത്തുകൊണ്ട് വേറെ സ്ഥലത്ത് എന്താക്കണം, കുടിയിരുത്തണം. അവരെ വഖഫ് ഭൂമി ഒഴിഞ്ഞു കൊടുക്കണം. വഖഫ് ഭൂമി ഒഴിഞ്ഞു കൊടുക്കണ്ടേ? കാരണം അത് വഖഫല്ലേ, വിൽക്കാൻ പറ്റില്ലല്ലോ. അത് ഇവർക്ക് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. അവിടെ കുടിയിരിക്കുന്ന കുടിയന്മാർക്ക് പറഞ്ഞാൽ മനസ്സിലാവും. അവരോട് നമ്മൾ പറയാനേ നമ്മളും നിങ്ങളുടെ ഭാഗത്ത് തന്നെയാണ്. രാഷ്ട്രീയക്കാർ മാത്രമല്ല, ഇവിടുത്തെ സർക്കാരിനോട് നമുക്ക് പറയാനുള്ളത് തന്നെയാണ്. ആ പാവങ്ങളെ രക്ഷിക്കണം. അവർ നിരപരാധികളാണ്. ആർക്കാ പൈസ കൊടുത്തേച്ചാൽ ആ പൈസ വാങ്ങിയവരിൽ നിന്ന് തിരിച്ചു വാങ്ങി അവർക്ക് അനുയോജ്യമായ സ്ഥലം ഏർപ്പാട് ചെയ്ത് വീടുണ്ടാക്കി കൊടുക്കണം എന്നാണ് പറയാനുള്ളത്. ഇതല്ല അതിന്റെ ന്യായം. ബഹുമാനപ്പെട്ട സർക്കാരും അതുപോലെ രാഷ്ട്രീയ നേതാക്കളും, ബോധമുള്ള രാഷ്ട്രീയ നേതാക്കളൊക്കെ തന്നെ അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ മതത്തിന്റെ രാഷ്ട്രീയക്കാർ വരെ കൂടിയിട്ട് അതിന് വേണ്ടതുപോലെയുള്ള ഒരു ശബ്ദം ഉണ്ടാക്കിയിട്ടില്ല, ശബ്ദം പറഞ്ഞിട്ടില്ല. അത് വളരെ ഖേദകരാണ്. പരിഹാരം അതാണ്. അത് പറയാൻ ഇവിടെയും തൊട്ടൂടെ അവിടെയും തൊട്ടൂടെ എന്നുള്ളതൊക്കെ പറഞ്ഞുകൊണ്ട് കാര്യമല്ല. അതിന് ഉത്തരവാദികളായ വഹാബികളിൽ നിന്ന് പൈസ വാങ്ങി, പരിഹാരം വാങ്ങി, നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് ആ പാവങ്ങളെ രക്ഷിക്കണം എന്നതാണ് നമ്മുടെ അഭിപ്രായം. അതൊരു സത്യമാണല്ലോ, നീതിയല്ലേ, അത് മനസ്സിലാക്കണം. അതുപോലെ ഇവരൊക്കെ കള്ളത്തരം എന്തൊക്കെയാണ്. ഇപ്പൊ സക്കാത്ത് ഫണ്ട് എന്ന് പറഞ്ഞൊരു ഫണ്ടുണ്ട്. ആൾക്കാരെ കയ്യിലുള്ള സക്കാത്ത് കൊടുക്കേണ്ടത് 8 ആൾക്കാർക്ക് ആ ഖുർആൻ പറഞ്ഞത്. ഇന്നമ സദഖാത്തുൽ ഫുഖറാഇ വൽ മസാകിൻ, എല്ലാവർക്കും അറിയാം. 8 കൂട്ടർക്കാണ് സക്കാത്തിന്റെ അവകാശമുള്ളത്. ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാരാണ്. ബിൽഡിങ്ങും പോത്തും മൂരിയൊന്നുമല്ല. ആരാണ്? ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാരാണ് 8 ആൾക്കാരെന്ന് പറയുന്നത്. ആ 8 വിഭാഗത്തിനാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ഇപ്പൊ അവരെന്താക്കുന്നുണ്ട്, സക്കാത്ത് സംഘടിപ്പിച്ചുകൊണ്ട് കോളേജ് ഉണ്ടാക്കുക, അതുപോലെ ആശുപത്രി ഉണ്ടാക്കുക. ഇതൊക്കെ സക്കാത്തിന്റെ അവകാശികളുടെ കൂട്ടത്തിൽ കടന്നു വന്നതാക്കും. അങ്ങനെ എവിടെ ആശുപത്രി, എവിടെ കോളേജ്, എവിടെയാണ് വാടക വീട്, ഇതൊക്കെ എവിടെയാണ്? ഇസ്ലാമിൽ അങ്ങനെ നിയമമുണ്ടോ? ഇല്ലാത്ത നിയമമാണ്. അപ്പൊ ഈ പാവപ്പെട്ടവർ സക്കാത്ത് കൊടുക്കേണ്ടവർ സക്കാത്ത് വീടുവോ? സക്കാത്ത് കൊടുക്കണ്ടേ? സക്കാത്ത് എന്ന് പറഞ്ഞാൽ ഖുർആന്റെ നിസ്കാരത്തിന്റെ കൂടെ എണ്ണിപ്പറഞ്ഞ, ആവർത്തിച്ച് പറഞ്ഞ ഇബാദത്താണ്. അത് കൊടുക്കണം മനുഷ്യൻ മൂമിനാണെങ്കിൽ. ആ സക്കാത്ത് തട്ടിപ്പ് നടത്തിക്കൊണ്ട് കമ്മിറ്റി ഉണ്ടാക്കിക്കൊണ്ട് കമ്മിറ്റി മുഖേന വിതരണം ചെയ്യാനുള്ള ഒരു പരിപാടി. കമ്മിറ്റി മുഖേന വിതരണം ചെയ്താലല്ലേ കീശയിടാൻ പറ്റുള്ളൂ, തിരിച്ചാലല്ലേ കീശയിടാൻ പറ്റുള്ളൂ. അതാണ് പരിപാടി. ഇങ്ങനെ സാമ്പത്തിക മേഖലയിലും ഇസ്ലാമിന്റെ കാര്യങ്ങളൊക്കെ വെട്ടിക്കുറച്ച് അവർ വേണ്ടാത്തതൊക്കെ ഇവിടെ ഉണ്ടാക്കി. അതിന്റെ പുറമെ
സാമ്പത്തിക തട്ടിപ്പുകളിലും അവർ വീരന്മാരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഇതിനോടൊക്കെ സഹകരിക്കുകയോ അല്ലെങ്കിൽ അതിനൊക്കെ ചാരി നിന്ന് വർത്താനം പറയുകയോ ചെയ്യുന്നവരും അങ്ങനെ തന്നെയാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, ചില മൂല്യാരൊക്കെ, ചില പുതിയ സിലബസുകാരൊക്കെ പറഞ്ഞല്ലോ, അവരൊക്കെ അതിന്റെ ആൾക്കാരാണ്. ഇത് ഇസ്ലാമല്ല ആൾക്കാരെ പേപ്പിക്കുന്ന പരിപാടിയാണ്. ഇതാണ് നമ്മൾ ഇതൊക്കെ പറയുമ്പം അതിന് മറ്റൊരു കോണിൽ കൂടെ കൊണ്ടുപോയിട്ട് നമ്മൾ എന്താക്കാണ്, നമ്മളൊക്കെ ആക്ഷേപിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ചാനലുകാർ ഇവിടെ ഉണ്ട്, ഓരും പണിയത് തന്നെയാണ്. ഇപ്പൊ പറഞ്ഞു, ഞാൻ കഴിഞ്ഞ ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു, ഇവിടെ എടവളപ്പാറ പ്രസംഗിച്ചിരുന്നു. അവിടെ ഞാൻ ഒരു മസല പറഞ്ഞതാ, അതുപോലെ തന്നെ ഇപ്പൊ സക്കാത്തിന്റെ അവകാശികൾക്ക് സക്കാത്ത് കൊടുക്കണം ഞാൻ പറഞ്ഞ മസലല്ലേ, 8 ആൾക്കാരെ കൊടുക്കാൻ പാടുള്ളൂ, പള്ളി മദ്രസയൊന്നും അതിലില്ല എന്നതുപോലെ തന്നെ ഞാനൊരു മസല പറഞ്ഞു. അത് ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോയിട്ട് അവരെ കുറിച്ചാണ് പറഞ്ഞതെന്ന് പറഞ്ഞത് ഈ ചാനലുകാരാ അതിന് പറഞ്ഞത്. എന്തിനധികം പറഞ്ഞു, കഴിഞ്ഞ ശനിയാഴ്ച വിദ്യാഭ്യാസ ബോർഡ് യോഗം ഉണ്ടായി. സാദിഖ് അലി തങ്ങൾ അതിലുണ്ട്, അതുപോലെ നമ്മുടെ പ്രസിഡന്റ് സയ്യിദുൽ ഉലമ അതിലുണ്ട്, ഞങ്ങളൊക്കെ അതിലുണ്ട്. അവിടേക്കും ഇവർക്ക് അവസരം കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞ അതേ ഞാൻ സാദിഖ് അലി തങ്ങളും പറഞ്ഞത്, സയ്യിദുൽ ഉലമയും പറഞ്ഞത്. എന്തേ പറഞ്ഞത്? കാലി ഫൗണ്ടേഷന് ഉണ്ടാക്കണം, വേണ്ടതാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലല്ലോ. അതാർക്ക്? ഒരാളൊരു സ്ഥലത്ത് കാളിയായാൽ അവന്റെ മഹല്ല് വിലായത്തിൽ അദ്ദേഹം കാളിയാണ്. ഒരാൾ ഇനിയൊരു 1000 മഹല്ലിൽ കാളിയാണെങ്കിൽ 1000 മഹല്ലിൽ അദ്ദേഹം കാളിയാണ്. അതിനൊരു കൂട്ടായ്മ ഉണ്ടാക്കിക്കോട്ടെ, തിരക്കടില്ല. ഇത് കേരളാടിസ്ഥാനത്തിൽ ഒന്നായിട്ട് ഇതിപ്പോ തങ്ങൾ അറിയില്ല നമുക്ക് മനസ്സിലായി, സാദിഖ് അലി തങ്ങൾ ഇത് അറിയില്ല നമുക്ക് മനസ്സിലായി. ഇതിന്റെ പിന്നിൽ കളിക്കുന്ന ആരാ? ചില കോമരങ്ങളുണ്ട്, പ്രാസംഗികന്മാരായി വന്ന അവരാ കളിക്കുന്നത്. കൺഫ്യൂഷനാക്കാൻ നോക്കണം. കേരളത്തിലെ എല്ലാ മഹല്ലുകളെയും വിളിച്ചു കൂട്ടിക്കൊണ്ട് കാളി ഫൗണ്ടേഷൻ ഉണ്ടാക്കുന്നു. തങ്ങൾ പറഞ്ഞല്ലോ, തങ്ങളും പറഞ്ഞ് സാദിഖ് അലി തങ്ങളും പറഞ്ഞ്. നിങ്ങൾ ചന്തെടുത്ത് നോക്കിയാൽ കാണാം, നിങ്ങൾ കുന്തെടുത്ത് നോക്കി കാണാം. രണ്ടാളും പറഞ്ഞത് തങ്ങന്മാര് കാളിയായ മഹല്ലുകളുടെ കൂട്ടായ്മയാണ്, അതിന് തിരക്കടൊന്നുമില്ല എന്നാ പറഞ്ഞത്. അതിന് ഞാനും പറഞ്ഞത്. പിറ്റേന്ന് അന്ന് വൈകുന്നേരം വന്ന വാർത്ത എന്താ? ഉമ്മർ ഫൈസിയെ സമസ്ത തള്ളിയെന്ന. ഓ അലക്കേ തള്ളി. ഞാൻ പറഞ്ഞതന്നെ പറഞ്ഞുള്ളൂ, ഞാനതേ പറഞ്ഞുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ പണി നിങ്ങൾ എടുത്തോളിട്ടോ, വേറെ കാര്യം നിങ്ങൾ ജീവിക്കണ്ടേ. നമ്മള് ഈ സംഗതികളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. കാര്യങ്ങൾ പറയാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് ഞങ്ങളൊക്കെ. ഓരോരുത്തർക്കും ഓരോ ഉത്തരവാദിത്തമുണ്ട്. കുല്ലുക്കും പ്രായും മസൂലും നന്നായി. അതുകൊണ്ട് സത്യം തുറന്ന് എല്ലാവരും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും പറയുകയും വേണം. അതിന് വളച്ചൊടിച്ചു കൊണ്ടിട്ട് ഒരു കോണിലേക്ക് കൊണ്ടുപോയിട്ട് കല്ലെറിയാൻ നിൽക്കരുത്. അങ്ങനെ ഒരാളെ ഒറ്റപ്പെടുത്തുന്ന രൂപത്തിലേക്ക് പ്രവർത്തിച്ചാൽ അതിന്റെയും തിക്തഫലം ആ ചെയ്തവർക്ക് തന്നെയായിരിക്കും. ആരെങ്കിലും നല്ലത് ചെയ്താൽ അതിന്റെ ഗുണം അവർക്ക് കിട്ടും, ചീത്ത ചെയ്താൽ അതിന്റെ തിന്മ അവർക്കും കിട്ടും. ആ കാര്യത്തിൽ ഒരു സംശയമില്ല. അതൊക്കെ വിശ്വസിക്കുന്നവരാണ് നമ്മൾ. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അതുകൊണ്ട് നമുക്ക് പറയാനുള്ള ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കാര്യം, CIC ആയുള്ള പ്രശ്നമാണ് ഇപ്പോൾ ഉള്ളത്. ആകെപ്പം ഇവിടെ പ്രശ്നം മൂർച്ചത് CIC പ്രശ്നമാണ്. എന്താ അവിടെ ഉണ്ടായത്? നമ്മുടെ തങ്ങന്മാരും പാർട്ടി നേതാക്കളൊക്കെ തന്നെ സമസ്തന്റെ കൂടെയാണ്. സമസ്ത ഒരു കാര്യം തീരുമാനിച്ചാൽ അതിന്റെ കൂടെ നിൽക്കല്. MESന്റെ കാര്യങ്ങൾക്ക് അറിയാലോ. MES എന്ന് പറഞ്ഞാൽ വളരെ ശക്തമായി വളർന്നു വന്നാണ്. ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങളും CH മുഹമ്മദ് കോയയും അതുപോലെ മുസ്ലിം ലീഗുകാരും സമസ്തക്കാരും ഒക്കെ ഒത്തൊരുമിച്ചുകൊണ്ട് അവർക്ക് പിന്തുണ കൊടുത്തു. കാരണം MES എന്ന് പറഞ്ഞാൽ മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റിയാണ്. വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന അവരെ ഉയർത്താൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സമിതിയാണ്. ആ സമിതിക്ക് പിന്തുണ കൊടുക്കൽ ഓരോ മുസ്ലിമിന്റെയും കടമയാണ്. അതുകൊണ്ട് തന്നെ അതിനെ വളർത്തി അങ്ങനെ കൊണ്ടുപോയി അവസാനം അവിടെ എത്തി. അവരവരുടെ ആയിരിക്കുന്ന ഉള്ളിലുള്ളതുപോലെ തന്നെ ഹക്കീം വൈസിനെ പറഞ്ഞതുപോലെ ചില ഹക്കീം വൈസിമാർ അതിലുണ്ടായി. അവരത് കളിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ ശരീഅത്ത് ഭേദഗതി ചെയ്യണമെന്ന് പറഞ്ഞു. ശരീഅത്ത് ഭേദഗതി ചെയ്യണം അവരാവശ്യത. അസംബ്ലിയാർ പറഞ്ഞു, നിങ്ങൾ മൂത്രം പരിശോധിച്ചാൽ മതി, പഞ്ചാര ഉണ്ടോ നോക്കിയിട്ട് ശരീഅത്തൊക്കെ ഞങ്ങൾ നോക്കിയോളാന്ന് പറഞ്ഞു. എനിക്ക് അസം മുസ്ലിയാർ. അങ്ങനെ വലിയൊരു കലാപുണ്ടായി. മൊയ്ത് പടിയത്ത് എന്ന് പറഞ്ഞാൽ ഒരു നോവൽ എഴുതിയത് അവരുടെ ജേർണലിൽ നോവൽ. എന്താ നോവലിന്റെ പ്രമേയം? പ്രമേയം സ്വന്തം മകനിരിക്കെ പേരക്കുട്ടിക്ക് സ്വത്തുണ്ടാവില്ല, സ്വത്തിന് അവകാശമില്ല എന്നുള്ളതാ.
അതുകൊണ്ട് അതിൽ കൊലപാതകം നടക്കുന്ന ഒരു നോവലാണ്. ആ നോവല് ഉദ്ദേശം ശരീഅത്ത് നിയമം ഭേദഗതി ചെയ്യണം എന്നുള്ളതാണല്ലോ, ശരിയല്ല എന്നാണല്ലോ. അത് ബഹുമാനപ്പെട്ട സമസ്തയുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ സമസ്ത ജംഇയ്യത്തുൽ ഉലമ മുശാവറ കൂടി പ്രമേയം പാസാക്കി MESന്റെ പോക്ക് ശരിയല്ല, അതുമായി ആരും ബന്ധപ്പെടരുത് എന്ന് പറഞ്ഞു. ആ പ്രമേയത്തിന്റെ അതേ കോപ്പി കാർബൺ കോപ്പി എന്നറിയാം. അന്ന് ഇതൊന്നുമില്ല, നമ്മളെ ഈ ഫോട്ടോ കോപ്പി ഒന്നുമില്ല. ആ കാർബൺ കോപ്പി ബഹുമാനപ്പെട്ട റഈസുൽ ഖൗം ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫയ്ക്ക് തങ്ങൾ കോപ്പി എടുത്തുകൊണ്ട് മുസ്ലിം ലീഗിന്റെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ കൊണ്ടുവന്ന് ഒരെതിർപ്പുമില്ലാതെ പാസാക്കി. അല്ലാഹു അക്ബർ പറയും. ആ മുസ്ലിം ലീഗാണ്. ആ മുസ്ലിം ലീഗിന് അനുയായികളാണ് ഞങ്ങളൊക്കെ. ഞങ്ങൾ അവിടെ നിന്ന് മുസ്ലിങ്ങളാണല്ലേ. ഞങ്ങൾക്കൊന്നും പഴിച്ചില്ല, ഞങ്ങൾക്ക് പഴിച്ചിട്ടില്ല, ഇന്നും പഴിച്ചിട്ടില്ല. അപ്പം നമ്മളിപ്പം ലീഗിനെ കുറ്റം പറഞ്ഞൊന്നുമില്ല. ഞങ്ങൾ സംഗതി മനസ്സിലാക്കിയാൽ മതി. ഇനിയിപ്പോ നിങ്ങൾ നാളെ വലിച്ചൊടിച്ചിട്ട് ഇവരൊക്കെ എന്തൊക്കെ പറഞ്ഞോട്ടെ, എനിക്ക് കുഴപ്പമില്ല. പിന്നെ അപ്പൊ നമ്മള് അങ്ങനെയാണ് ഇതിന്റെ പാരമ്പര്യം. അങ്ങനെയാണ്. സമസ്തയാണ് ദീൻ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ നേതൃത്വം മുന്നോട്ട് വരേണ്ടതാണ്. CIC വിഷയത്തിലും ഇതുപോലെ സലാം ബാക്കി ഇവിടെ പറഞ്ഞതുപോലെ അവരുടെ പോക്ക് തെറ്റാണെന്ന് മനസ്സിലാക്കിയപ്പോൾ സമസ്ത തീരുമാനമെടുത്താൽ എല്ലാ നേതാക്കളും അതിന്റെ കൂടെ നിൽക്കണ്ടേ? നിന്നില്ല. അവിടെയാണ് കുഴപ്പം. എന്നാലും സഹിച്ചു. അവരുടെ നേതൃത്വത്തിൽ തന്നെ ചർച്ച വെച്ചു. ചർച്ചയാണ് ഇവിടെ പറഞ്ഞത്. 9 കാര്യങ്ങൾ മധ്യസ്ഥന്മാർ തീരുമാനിച്ചതാ. ആ തീരുമാനിച്ചത് അംഗീകരിക്കാൻ സമസ്തയിൽ കൊണ്ടുവന്നപ്പോൾ ഞങ്ങളടക്കമുള്ളവർ കൈയൊന്നിച്ച് അംഗീകരിച്ചു. മധ്യസ്ഥന്മാരുണ്ടാക്കിയ തീരുമാനമല്ലേ, ഞങ്ങൾ അംഗീകരിച്ചു. പിന്നെ എവിടെ അംഗീകരിക്കാത്തത് ചോദിച്ചാൽ മതി. നിങ്ങൾ ആരെ അംഗീകരിക്കാഞ്ഞത്? മധ്യസ്ഥന്മാർ തള്ളിയതാരാ? മധ്യസ്ഥന്മാരാരോ തള്ളിയണല്ലോ, ഇവിടെ പറഞ്ഞല്ലോ. അതുകൊണ്ട് തള്ളുന്നവരുടെ കൂടെ നമ്മൾക്ക് നിൽക്കാൻ തയ്യാറല്ല, കൊള്ളുന്നവരുടെ കൂടെ നിൽക്കണം, നല്ലതിനെ കൊള്ളുന്നവരുടെ കൂടെ നിൽക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഞാൻ ഒന്നും പറഞ്ഞില്ല എന്ന് വിചാരിക്കുകയാണ്. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീൻ എന്ന് പറഞ്ഞാൽ ഈ സമസ്തയാണ്. ഇപ്പം അതൊരു സംശയമില്ല, അതിൽ വേറൊരു സംഗതിയില്ല. അതുകൊണ്ട് അതിന് ഒന്നാം സ്ഥാനം കൊടുക്കണം. ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് നിങ്ങൾ നമ്മളൊക്കെ ലീഗാവാൻ തരക്കടൊന്നുമില്ല. അതിന് ഒന്നാം സ്ഥാനം കൊടുക്കുക. ബാക്കിയുള്ളതൊക്കെ രണ്ടാം സ്ഥാനം. അത് ദുനിയാവാണ്, ഇത് ആഖിറമാണ്. ഇത് ഞാൻ പറഞ്ഞാൽ തെറ്റുണ്ടോ? ഇല്ലാന്ന് വിചാരിക്കുകയാണ്. ഞാനൊക്കെ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് കുഴപ്പമില്ല. അസ്സലാമു അലൈക്കും. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം.